ചെരുപ്പം മാറ്റി. നീ എന്തോ നീ ഇവിടെ കിടക്കുന്നില്ലേ? പെട്ടി കയറി കിടക്കുന്നില്ലേ? അതിനകത്ത് നിനക്ക് പിണക്കം മാറിയിട്ടില്ല. എന്റെ പിണക്കം മാറുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ എന്റെ പിണക്കം മാറിയിരുന്നു. എന്റെ സ്വർണം എടുത്തു തന്നാ? ഇല്ലല്ലോ. അത് എടുത്തു തന്നാലേ പിണക്കം മാറുള്ളൂ. എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? എപ്പോ? കുറെ നാളായല്ല പറയാൻ തുടങ്ങിയിട്ട്. പറയണ മാത്രമല്ലേ നടക്കണുള്ളൂ. കാണുന്നില്ലല്ലോ സ്വർണം. എടുത്തു താ, എന്നിട്ട് ആലോചിക്കും. നീ പിണക്കം കാണിക്കണ നീ നമ്മളെ മാത്രം അറിഞ്ഞപ്പോഴേ നീ നാട്ടുകാരെ വീട്ടുകാരൊക്കെ അറിയിക്കണതിന്? നാട്ടുകാരല്ല, ഇവിടെ വീട്ടുകാരെ. നിനക്ക് അവരെ മുമ്പ് ഇത്തിരി അഭിനയിച്ചാന്ത്? അവരുടെ ഫ്രണ്ടിൽ അഭിനയിച്ചാണ് എന്റെ സ്വർണം മൊത്തം പോയത്. ഇനിയേ അവരും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഓ, ഇനിയിപ്പോ പ്രത്യേകിച്ച് അറിയാതൊന്നുമില്ല. എന്റെ അടുത്ത് അപ്പച്ചി കുറച്ച് മുമ്പ് ചോദിച്ചു തന്നെ. എന്റെ അടുത്ത് അമ്മ ഒന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു. എന്റെ അടുത്ത് അമ്മ ഒന്ന് ചോദിച്ചു, ഞാൻ എല്ലാം പറഞ്ഞെന്ന്. നശിപ്പിക്കാതിരിക്കണം നിങ്ങളും കൂടെ ഒന്ന് വിചാരിക്കണം. ആ സ്വർണം എടുത്ത് തന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അതിന് ആത്മാഭിമാനം വേണം. അതുകൊണ്ടാ? ഇല്ലല്ലോ. ആത്മാഭിമാനം ഒന്നുമില്ലേ? നമുക്കല്ല, നിങ്ങൾക്ക്. ഏകവചനം മതി. അതന്നെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ. നേരത്താണോ നിങ്ങൾക്ക് എടുത്ത് തരാൻ തോന്നി? ആ മാമൻ എൻ്റെ അടുത്ത് 1000 പ്രാവശ്യം പറഞ്ഞാണ് അവന് സ്വർണം കൊടുക്കല്ലേ കൊടുക്കല്ലേ. അത് അവസാനം വലിയ വഴക്കിൽ ചെന്ന് അവസാനിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലെഴുത്ത്. ശരി, അവിടെ കിടന്നോ? പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണോ? ഞാൻ അല്ലെങ്കിൽ ഞാൻ കിടക്കും. അവിടെ തന്നെ കിടക്കാൻ പോണുള്ളൂ. ഇത്രയും ദിവസം അങ്ങനെയാണല്ലോ. ഒരു കാര്യം ചെയ്യാം. ഞാനല്ലോ സ്വർണ്ണം എടുത്തോണ്ട് പോയി കൊണ്ടുവച്ച് നശിപ്പിച്ചവൻ. ഞാൻ താഴെ കിടക്കാം, താങ്കൾ ഇവിടെ കിടന്നോളൂ. ഓ വേണ്ട, ഇത്രയും ദിവസം അത് പറഞ്ഞില്ലല്ലോ. ഇന്നും അത് പറയണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. അതെന്നെ ആദ്യമേ പറഞ്ഞു. അവിടെ കിടന്നോ. എനിക്ക് ഒരു ശബ്ദം എനിക്ക് ആകല്ലേ. ഞാൻ കിടന്നോളാം. എടാ ഉണ്ണി, നമുക്കേ രവിയുടെ വീട്ടിലൊന്ന് പോയാലോ? കുറെ നാളായില്ലേ പോയിട്ട്? കുറെ നാളായി. ഞാനും അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളായിരുന്നു. നമുക്കൊരു ദിവസം പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം. രാവിനെയും ചിന്നുവിനെയും കൂടെ വിളിക്കാം. അപ്പൊ എല്ലാവരും കൂടെ ചെന്ന് ഒരു 5-6 ദിവസം അവിടെ നിൽക്കാം. അതെ അതെ അതെ. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഞാനൊന്നും വരുന്നൊന്നുമില്ല. അതെന്താ? ഓ, രാം വരത്തില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. രാമേട്ടൻ വന്നാ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അവർക്ക് ആദ്യം തോന്നി അങ്ങനെ പറഞ്ഞത്. അവിടെ പോകുമ്പോ ഇട്ടോണ്ടോ എന്റെ വല്ല സ്വർണ്ണം ഉണ്ടോ? നാണക്കേട് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാ. നിങ്ങളെ വലിയ സന്തോഷമായിരുന്ന സമയത്തല്ലേ നീ സ്വർണ്ണമൊക്കെ കൊടുത്തത് അവന്റെ? ഇപ്പൊ എന്തോന്നു? ഞാൻ എന്റെ ഒരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ അമ്മയുടെ സഹായം ചോദിക്കാല്ലേ ഞാൻ വന്നത്. കണ്ടോ അവളുടെ ദേഷ്യം കണ്ടോ? ഇനി ഇതിനെ പറ്റി ഒരു പഴക്കം വയ്യാതിരുന്ന ഇവിടെ വേണ്ട. നമുക്ക് മണിക്കുട്ടന്റെ വീട്ടിൽ പോണ കാര്യം. അതെ. ഓ ഹലോ, പറഞ്ഞാത്തനെ. മണിക്കുട്ടി അടിപൊളി കോൾ അടിച്ചല്ലോ. എത്ര പവൻ? 3 പവനാ? ചെലവുണ്ട്. ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നെന്നാ? അമ്മയും മാമനും ഇപ്പൊ പറഞ്ഞോളൂ അങ്ങോട്ട് വരുന്ന കാര്യം. ഇവിടെ ഉണ്ട്, അടുത്തുണ്ട്. ഞാൻ പറഞ്ഞേക്കാം. ശരി. എന്തോന്ന്? എന്തിനാ അവള് വിളിച്ചേ? അല്ല, ബെസ്റ്റ് സമയം. രവിയേട്ടനെ മണിക്കുട്ടിക്ക് 3 പവന്റെ സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തു. 3 പവനോ? സ്നേഹമുള്ള ഭർത്താക്കന്മാര് കണ്ട? ഇവിടെ ഉണ്ടോരണം. ഉള്ളത് കൊണ്ടേ വിറ്റ് തൊലയ്ക്കാനായിട്ട്. നീ ഇങ്ങനെ അവനെ കുറ്റം പറയാതെ. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? പിന്നെ ഭർത്താക്കന്മാരായ രവിയേട്ടനെ പോലെ ഇരിക്കണം. അല്ലാതെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. രവിയേട്ടന് ബാങ്കിൽ ജോലിയുണ്ട്. ഇതിന് ഈ ഒരു വർഷാപ്പിൽ നിന്ന് കിട്ടുന്ന വല്ലതൊക്കെ അല്ലേ ഉള്ളൂ. ആണല്ലോ, വർഷാപ്പിൽ നിന്ന് കിട്ടുന്നല്ലേ ഉള്ളൂ. അപ്പൊ പുതിയ ഒന്നും വാങ്ങിച്ചിരണ്ട. ഉള്ളത് കളഞ്ഞു വിളിക്കായിരുന്നു കൂടെ. എടീ, നീ രണ്ടുപേരും കൂടെ നീ 2 ത്രാസിൽ ഇങ്ങനെ തൂക്കരുത്. ഓ ശരി. എന്തോ അവൻ വരണം. ഇവിടെ ഭൂകമ്പം നടക്കും. ചിന്നു, എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ടെന്നല്ല അപ്പച്ചി. അത് കിട്ടി. അതുകൊണ്ട് ഞാൻ ഒരു ഗോൾഡ് വള അങ്ങ് വാങ്ങിച്ചു ചിന്നുവിന്. ഒന്നര പവൻ. 1.5 പവനില്ല, 1 പവൻ. 1.5 പവനുണ്ടോ? നോക്ക് ഡിസൈൻ നോക്ക്.
ഡിസൈനൊക്കെ ഉള്ള ഒന്നര പവനുണ്ടോ സത്യം പറ? ഒരു പവൻ. ആ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോ അര പവനാവും. അല്ലല്ല, ഒരു പവൻ. മറ്റേ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞില്ലേ? അടിപൊളിയല്ലേ? ഇത് നോക്കട്ടെ. കൊള്ളാം. കൊള്ളാം കൊള്ളാം. രാമേട്ടാ, ഇത് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ആ പലിശയും അടച്ചാ പോരായിരുന്നോ? അത് ഇനി കുറച്ച് പൈസ കൂടെ കിട്ടുമ്പോ നമുക്ക് അതും കൂടെ എടുക്കാം. എന്തായാലും അമ്പലത്തിൽ പോണം. മണിക്കുട്ടി ഒന്ന് വിളിക്കട്ടെ. അതെന്തിന്? മണിക്കുട്ടിയെ സ്വർണ്ണമാല വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ആ അതിന്റെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആ രവിയണ്ണ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തെന്ന്. ആഹാ. അണ്ണൻ ഞാൻ ചോദിക്കട്ടെ പക്ഷേ അണ്ണന് വേറെ ഒരു തൊഴിലില്ല. അണ്ണൻ വാങ്ങിച്ചു കൊടുത്തപ്പോ ഇവിടെ വിളിച്ച് പറഞ്ഞതിന് അതല്ല, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ച്? അത് നമ്മൾ ഒപ്പിച്ച്. ഇനി ഇതെല്ലാം അവൾ അറിയുമ്പോ ഇനി എന്ത് പോകുമ്പോ ഉണ്ടാവോ? ഒന്നുമില്ല.